ഹായ് ഹലോ, ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2 വർഷമായി. അപ്പം അതിനകത്ത് വെച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ ഐ റിസീവ്ഡ് എ കമൻറ്റ് എൻ്റെ ബാക്ക് കളക്ഷൻ ചെയ്യുമോ, അതേപോലെ എൻ്റെ ഫേവറേറ്റ് ബുക്സ്, അങ്ങനെ 1-2 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാനത് വിട്ടുപോയി, ഞാനത് ചെയ്തില്ല. പിന്നെ ഈ ഒരു 2 years കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ശരിക്കും ഈ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും പറയാൻ അത്യാവശ്യം കുറച്ചൊരു ബാഗ് കളക്ഷൻ എന്ന് പറയാനായിട്ട് കുറച്ച് ബാഗ്സ് ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അന്ന് എനിക്കൊന്നും അത്രയ്ക്ക് ഒരു വലിയൊരു ബാഗ് കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ ബാഗ് കളക്ഷൻ. ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബാഗ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് പ്യൂമ ആൻഡ് ഇതാണ് ബാഗ് കേട്ടോ. ദിസ് ഇസ് ലൈക്ക് ഒരു വൈൻ, ഒരു ബർഗൻഡി ആ ഒരു കളറാണ്. ബട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇത് ആക്ച്വലി നല്ല രസമാണ്, നല്ലൊരു ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ വെക്കാം. ആൻഡ് സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ്. ബട്ട് തുറന്നു കഴിയുമ്പോഴത്തേക്ക് യു ഹാവ് ദീസ് ഇത് ഓരോ ചെറിയ നമുക്ക് ഈ സിപ്പർ വരുന്ന ഇതുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഞാനിപ്പം ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഷോപ്പർ ബാഗ്, ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ഗ്ലോസി എഫക്റ്റ് അല്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ കാണാൻ. നെക്സ്റ്റ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഒരു ലുക്ക് ലൈക്ക് ആണ് കേട്ടോ. നമ്മളുടെ ഒരു ഭയങ്കര ഒരു ലക്ഷറിയസ് ബ്രാൻഡ് ഉണ്ട്, YSL, ഈവ് സെയിന്റ് ലൊറൈൻ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒരു ബാഗ് ഉണ്ട്, ആ സെയിം ബാഗിന്റെ ഒരു ലുക്ക് ലൈക്ക് ആണ് കേട്ടോ ഇത്. ആൻഡ് എനിക്കിത് ഭയങ്കരമായിട്ട് ക്വിൽറ്റഡ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് യുനോ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ഇത് വരുന്നില്ല, സിപ്പർ വരുന്നില്ല, മാഗ്നറ്റിക് ഒരു ക്ലോഷർ ആണ് കേട്ടോ വരുന്നത്. ദിസ് വൺ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു YSLന്റെ ആ ഒരു ബാഗ് കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നൈക്ക ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഐ തിങ്ക് ഒരു 2 years ആയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത്. ഐ ഹാവ് യൂസ്ഡ് ദിസ് ലൈക്ക് ഒരു ഫ്യൂ ടൈംസ്. പക്ഷേ ഇറ്റ്സ് ഓൾ ഗുഡ്, നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആൽഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നിങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഒരു വൈൻ ആ ഒരു ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ദിസ് ബാഗ് ആക്ച്വലി ഞാൻ മേടിച്ചത് മിന്ത്രയിൽ നിന്നാണ്. ഓഫറിനാണ് കേട്ടോ മേടിച്ചത്. ഐ തിങ്ക് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്തോ ഒരു 10K അങ്ങനെ എന്തോ ആണ്. ബട്ട് എനിക്ക് ഓഫറിനാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ഗിവിംഗ് മീ നമ്മളുടെ ഹെർമെസ് ബാഗ് ഉണ്ടല്ലോ അതിന്റെ ഒരു വൈബ്സ്. ലൈക്ക് ദർ ഈസ് ദിസ് ലോക്കിന്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഓപ്പൺ ചെയ്യാൻ അങ്ങനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗിവിംഗ് മീ ആ ഒരു ഹെർമെസ് ബാഗിന്റെ ആ ഒരു ബ്രാൻഡിന്റെ ഒരു വൈബ്സ്. സോ എനിക്ക് മെയിൻ ആയിട്ട് ഈ ടോട്ട് ബാഗ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ സൈസ്ഡ് കൈൻഡ് ഓഫ് ഷോപ്പർ ബാഗ്സ്, അതൊക്കെ എന്റെ ഫേവറേറ്റ് ബാഗ്. ഭയങ്കര മെമ്മറീസ് ഉണ്ട്. മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബഹ്റൈനിൽ കുറച്ച് വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 10th കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പൊ ആ ഒരു ബഹ്റൈനിൽ ഉണ്ടായിരുന്ന ടൈമിൽ അവിടെ ഇതിനെ ഈ ബീച്ച് ബാഗ് എന്നൊക്കെ പറയും, എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബീച്ച് ബാഗ്സ് എന്ന് പറയും ബഹ്റൈനിലൊക്കെ ഇതിന്. ഞാൻ പഠിച്ചിരുന്ന ആ ഒരു ടൈമിൽ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു 3-4 ബാഗ്സ് എനിക്ക് ഉണ്ടായിരുന്നു. ടെഡ് ബേക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ബാഗ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാനത് നാട്ടിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അറിയണോ അത് എവിടെ പോയി നടക്കുന്നത്, അത് എവിടെ പോയി. അത് ആക്ച്വലി അതിന്റെ ഒരു വാല്യൂ ഒന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ടെഡ് ബേക്കർ എന്നൊക്കെ കേൾക്കുമ്പോൾ ടെഡ് ബേക്കർ വാവ് എന്നൊക്കെ. അന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹാഡ് ടെഡ് ബേക്കർ, പക്ഷെ ഞാനത് കൊണ്ട് കളഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ എന്റെ കുറച്ച് ഈ ബീച്ച് ബാഗിനെ പോലെ എനിക്ക് ആ ഒരു ഓർമ്മ തരുന്ന കുറച്ച് ബീച്ച് ബാഗ്സ് കാണിച്ചു തരാം. ദിസ് വൺസ് ലൈക്ക് സത്യം പറയാലോ, ഇത് ഭയങ്കര ഹാൻഡ് ആയിട്ടുള്ള ഒരു ബാഗ് ആണോ. ഇത് ബ്രാൻഡ് വന്നിട്ട് സുഹൈർ മുറാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിന്റെ പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. യു വുഡ് ഗെറ്റ് ടു നോ എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്നൊക്കെ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അയ്യേ ചന്തയിൽ കൊണ്ടുവന്നത്. ശരിക്കും ഞാനിത് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ഇതെന്ത് ചാക്കിന്റെ ബാഗോ. ശരിക്കും ഇതിനകത്ത് നമ്മളെ അരി മേടിക്കുമ്പോൾ മറ്റേ പ്ലാസ്റ്റിക് ചാക്ക് കിട്ടുമല്ലോ ഇപ്പം അതിന്റെ ഒരു ടെക്സ്ചറാണ് ഉള്ളില്, അകത്ത്. പുറത്ത് അതല്ല, പുറത്ത് ശരിക്കും പറഞ്ഞ ഫാബ്രിക് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്റെ ബ്രദറിനോ എന്റെ സിസ്റ്റർക്ക് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ദുബായിൽ നിന്ന് മേടിച്ചതാണ്. അവളിത് കുറെ യൂസ് ചെയ്തു. അവള് ശരിക്കും പറഞ്ഞാൽ ഇത് അറിയാണ്ട്, വില ഇൻ ദ സെൻസ് ആ ഒരു പ്രൈസ് അറിയാത്തന്നല്ല കേട്ടോ. ആ ഒരു ബ്രാൻഡിന്റെ വലിയൊരു ബ്രാൻഡ് കോൺഷ്യസ് അല്ല എന്റെ സിസ്റ്റർ. സോ ഷി വാസ് ലൈക്ക് ഓക്കെ, മാർക്കറ്റിൽ പോകുമ്പോഴും മീൻ മേടിക്കാൻ പോകുമ്പോഴും പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുവരണം. അങ്ങനെ ഇതപ്പോൾ എന്റെ ഒരു ഷൂട്ടിംഗ് ആവശ്യം വന്നിട്ട് അവളുടെ ഇത് കുറച്ച് ചുരിദാർ ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അത് സെക്യൂരിറ്റിന്റെ കയ്യിൽ കൊടുത്താൽ മതി, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റിന്റെ അടുത്ത് വന്ന് എടുത്തപ്പോൾ ഈ ബാഗിനകത്തായിരുന്നു അവള് കുറെ ഇങ്ങനെ നല്ല ചുരിദാർ സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഒരു കണ്ണുണ്ടായിരുന്ന സാധനം. ബിക്കോസ് ഐ നോ ദ ബ്രാൻഡ്. എനിക്ക് ഇതിലൊരു കണ്ണുണ്ടായിരുന്നു. ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പൊ ഇതൊന്നും അറിയത്തില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ ഒബ്വിയസ്ലി ഹസ്ബൻഡ് മേടിച്ചു കൊടുത്തില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിച്ച് തരും എനിക്ക് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ യെസ്, അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെ എനിക്കിത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, എടി
നൗ ഞാനിത് റിട്ടേൺ ചെയ്യില്ല. പക്ഷെ വാസ് ലൈക്ക് ഓക്കെ നീ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ആസ് ഐ സെഡ് ഏർലിയർ, പുള്ളിക്കാരത്തി ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല. സോ ഷീസ് ലൈക്ക് ഓക്കെ. ഗെസ്സിന്റെ ഒരു ബാഗ് പുള്ളിക്കാരത്തി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതറിയോ നിങ്ങൾക്ക്? ഗെസ്സിന്റെ ഒരു കിഡിലം ബാഗ്. ആ ബാഗ് ഐ വുഡ് ഡൈ ഫോർ ദാറ്റ് ബാഗ്. അത്രയും കിഡിലൊരു ഒരു ബാഗ്. ഓക്കെ, അതിലെന്തോ ഒരു സ്റ്റെയിൻ ആയി, കുറച്ച് നാൾ അവൾ യൂസ് ചെയ്ത് എന്തോ ഒരു സ്റ്റെയിൻ ആയി, കുറെ നാൾ അത് ആ വീട്ടിലെ തറയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓക്കെ ഡേ ഇറ്റ്സ് ടൈം, എനിക്ക് നീ അത് താന്നും പറഞ്ഞ ഒരു വട്ടം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഷി വാസ് ലൈക്ക് അയ്യോടി ഞാൻ അതെടുത്ത് കളഞ്ഞു കേട്ടോ, ബിക്കോസ് അത് സ്റ്റെയിൻ ആയല്ലോ, അത് പന്നലായല്ലോ എന്നൊക്കെ. സോ ദാറ്റ്സ് ഹൗ എന്റെ സിസ്റ്ററിന്റെ ഒരു ഇത് പറയുന്നത്. അപ്പൊ ഇത് എവിടെ പോകുമ്പോഴും എന്ത് സാധനവും ഇതിൽ ഫിറ്റ് ആവും, ഡ്രസ് ഓർ ബീറ്റ് എനിത്തിങ്, എന്താണെങ്കിലും എല്ലാം നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ വേറൊരു ഷോപ്പിംഗ് ബാഗ് എന്ന് പറയാനായിട്ട് ടോമി ഹിൽഫിഗറിന്റെ ഈ ഒരു ബാഗാണ്. എന്റെ വെരി ഫസ്റ്റ് ടോമി ഹിൽഫിഗറിന്റെ ബാഗാണിത്. ഇതും അതേപോലെ തന്നെയാണ്. ബട്ട് ഇത് കുറച്ചും കൂടി എന്താ പറയാ, ഇതിനകത്ത് ഒരു സിപ്പർ കമ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാഗ്നറ്റിക് ആ ഒരു ക്ലോഷറാണ്. ആൻഡ് ദിസ് വൺസ് ടു നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, ലൈക്ക് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ, നമുക്ക് ഫയല് കാര്യങ്ങളൊക്കെ എടുക്കണം. ബിക്കോസ് ഇറ്റ്സ് ബിഗ് ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, ദിസ് കണ്ടോ, നമ്മുടെ ലെപ്പേർഡ് പ്രിന്റ് ഒക്കെ വരുന്നത് നല്ല ക്യൂട്ട്സി ആയിട്ടുള്ള ഒരു പ്രിന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. വെറോമോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഇത്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് എന്തും കൊണ്ടുപോകും. നമുക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഷൂട്ടിനൊക്കെ പോകുന്ന ടൈമിൽ 5 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഈസി ആയിട്ട് 5 അല്ല 10 ആണെങ്കിലും നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. സോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അയ്യേ ഇത് എന്തുവാ എന്നൊക്കെ തോന്നി. ഇത് ഇങ്ങനെ മടക്കി വെക്കാം. സോ അതാണ് എനിക്ക് ഇതിന്റെ ഈ ബാഗ് എന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ മടക്കി എവിടെയെങ്കിലും, അധികം സ്ഥലവും എടുക്കില്ല. നെക്സ്റ്റ് ഈ ഒരു റോപ്പിന്റെ ഒരു ഹാൻഡിൽ വരുന്ന ഈ ബാഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് ആഷി, ഞാൻ ദുബായിൽ പോയ ടൈമിൽ എനിക്ക് അവിടെ നിന്ന് മേടിച്ചു തന്നിട്ടോ. ഞാൻ വരുന്ന ടൈമിൽ ഇറ്റ് ഹാസ് സിപ്പർ കമ്പാർട്ട്മെന്റ്. യെസ്, ഇതും അതേപോലെ തന്നെയാണ്. ഞാൻ വളരെ കുറച്ചുകൂടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഇതൊക്കെ അഴുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എന്ന് ഈ ഒരു റോപ്പിലൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അത് കാരണം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെനിക്കൊരു 3 years ആയിട്ടോ എനിക്ക് കിട്ടിയിട്ട്. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടില്ല, ആകെ 2 വട്ടം എന്തോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. സോ ദുബായ് 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 എന്ന് പറഞ്ഞ് അതൊന്നും ഇനി എന്നാണോ എന്തോ ഞാൻ ദുബായിൽ വീണ്ടും പോകുന്നത്. അപ്പം ഇതിന്റെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കണം. സോ ടിൽ ദെൻ ഞാനിതിങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് H&Mന്റെ ഈ ഒരു ബാഗ് ഉണ്ടോ. ഇതും ലെപ്പേർഡ് പ്രിന്റ് വരുന്നത്. യൂസ് ഇതും നമുക്ക് ഷോപ്പർ ബാഗ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. അതല്ല എങ്കിൽ നമുക്ക് തോളിൽ ഷോൾഡറിൽ ഇതേപോലെ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതും സെയിം ഷോപ്പർ ബാഗ് ആണ്, ഫാബ്രിക് ആണ് വരുന്നത്. ആൻഡ് ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതും എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇനിയിപ്പം എന്റെ അടുത്ത സെറ്റ് ഓഫ് ബാഗ്സ്, ദാറ്റ് ഇസ് ലൈക്ക് ഈ മിനി സ്ലിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം. സോ ഗെസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടോ, കിട്ടില്ലല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ചെറിയ സ്ലിംഗ് വരുന്ന ബാഗ് അത്ര ഇഷ്ടമൊന്നുമല്ല. ദിസ് ഇസ് ലൈക്ക് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വിഷ്ണു ഗിഫ്റ്റ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് ഇസ് ദിസ്, ഈ ഒരു ബേബി പിങ്ക് കളറിലുള്ള ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൾട്ടൺ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. സൈഡിൽ ഈ ഒരു ചെറിയ സ്കാർഫ് ഒക്കെ വരുന്നുണ്ട്, നല്ല രസമാണ്. ഞാനിത് അജിയോ എന്ന് മേടിച്ചതാ. ഇതിന്റെ തന്നെ ഐ തിങ്ക് ഐ ഹാവ് കണ്ടോ, ഇത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, വീണ്ടും ഞാൻ പറഞ്ഞ പോലെ മറ്റേ നമ്മളുടെ ഹെർമസ് ആ ഒരു ബ്രാൻഡിന്റെ ഒരു വൈബ്സ് ആണ് കേട്ടോ. ഐ ഷോ യു ഗൈസ്. ഇതിന്റെ ഒരു ക്ലോഷർ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ആ ഒരു ബ്രാൻഡിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ് കേട്ടോ, ഹെർമസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതേപോലെ ഒരു ക്ലോഷർ ഫ്ലാപ്പ് ആണ് വരുന്നത്. ആൻഡ് എന്നിട്ട് നമ്മളിത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു വൈബ്സ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഇതിലും ഉണ്ട് ഒരു മിനി സ്കാർഫ് ഉണ്ട്. നെക്സ്റ്റ് ഈ ഒരു എന്താ പറയുന്നത്, ലുമിനസെൻസോ ഇറിഡെസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി ഇറങ്ങിയ ടൈമിൽ ഞാൻ മേടിച്ചാണ്. ഇതിന്റെ ബ്രാൻഡ് നെയിം അങ്ങനെയൊന്നും എനിക്ക് ഞാൻ ഓർക്കുന്നൊന്നുമില്ല. ഇതിന്റെ എവിടെയും അത് കൊടുത്തിട്ടുമില്ല. കണ്ടോ, ഒരു 3D എഫക്റ്റ് പോലെ, ആ ഒരു ഹോളോഗ്രാമോ, ആ ഒരു 3D റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് വരുമ്പോൾ നൈറ്റ് ടൈം ആവുമ്പോൾ നമ്മൾ ഈ ഫ്ലാഷ് ഇട്ട് എടുക്കുമ്പോഴേ ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട്, നല്ല രസമാണ്. ബയോലൂമിസെൻസ് ഒക്കെ നമ്മൾ മറ്റേ ബീച്ചിൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ, വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ഒരു എഫക്റ്റ് ആണോ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഈ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഈ ഗ്ലിറ്ററി ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ മേടിച്ചതാണ്. ആൻഡ് ഐ ഹാവ് യൂസ് ദിസ്, കുറെ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബീച്ച് സൈഡ്, അതായത് നൈറ്റ് ടൈമിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ ഇത് ബെസ്റ്റ്. നമ്മൾ റോഡിലൊക്കെ കാണാറില്ല, മറ്റേ റിഫ്ലക്ട് ചെയ്യുന്ന റോഡിൽ നമ്മൾ ഇത് കാണാറില്ല, ആ ഒരു ലൈറ്റ് പോലെ, അതേപോലെ ഉണ്ട് ഇതും. ബാഗ് കളക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ബാഗാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ച് മേടിച്ചതെന്ന് പറയാം, അടിച്ചു മാറ്റിയതല്ല. അപ്പോൾ ഈ ഒരു ക്രോക്കഡൈൽ ലൈക്ക് സ്കിൻ ടെക്സ്ചർ വരുന്ന ഈ ഒരു ബാഗ് അടിപൊളിയല്ലേ.
നെക്സ്റ്റ് കാർപ്പിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ലെതർ ആ ഒരു സ്നേക്കിന്റെ ഒരു ലുക്ക് വരുന്നത് എനിക്ക് ആക്ച്വലി ഈ ബുൾഗറി ബ്രാൻഡ് ഉണ്ടല്ലോ ലൈക്ക് ഈ സെർപ്പൻഡി വാച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അവരുടെ ഈ ഒരു സ്നേക്ക് ലൈക്ക് ആ ഒരു ലുക്ക് ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ ലക്സ് ആ ഒരു ആപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ആൻഡ് സോ ദിസ് ഇസ് ലൈക്ക് ഇത് ഇവിടെയും ഒരു ഫ്രണ്ടിലൊരു സിപ്പർ വരുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ എനിക്കിതിൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ലെപ്പേർഡ് പ്രിന്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ, ആ ഒരു ഡിസൈൻ ആണ്. സോ ഇത് ഐ തിങ്ക് ഞാൻ വന്നിട്ട് നമ്മളുടെ ഒരു ബ്രാൻഡ് ഉണ്ട് ലുലു ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അവരുടെ ആപ്പിൽ നിന്ന് ഒരു ടൈമിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ആൻഡ് ഇത് സോ ഒരു ഫുൾ ആ ഒരു ഫർ ആണ് കേട്ടോ, ഒരു ഫർ ലൈക്ക് ടെക്സ്ചർ ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നല്ല സോഫ്റ്റ്, ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാ. ആൻഡ് ഈവൻ ഇതിന്റെ ഹാൻഡിലാണെങ്കിലും ആ ഒരു ഇതാണെങ്കിലും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഇതാണ്. സോ നെക്സ്റ്റ് ഈ ഒരു ട്രാൻസ്പെറന്റ് സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ഐ ഹാവ് നോ ഐഡിയ, എനിക്കറിയില്ല, ഞാനിത് യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ ഐറ്റംസ് ലൈക്ക് ലിപ്സ്റ്റിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം. ഈവൻ എന്റെ വാലറ്റ് പോലും ഇതിൽ ഇതാവാറില്ല. പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ഫ്രം മിന്ത്ര. എന്റെ ഒരു എനിക്ക് ഈ യൂണിക്കോൺ അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. ഇത് ആക്ച്വലി എന്റെ മേക്കപ്പ് പൗച്ച് ആണ്, സൂഡിയോ എന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് എന്റെ സിസ്റ്റർ എനിക്ക് മേടിച്ചത്, അവൾക്ക് ഇതേപോലെ ഒരെണ്ണമായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാലോ. ആൻഡ് ഷി വാസ് ലൈക്ക് ഓക്കെ, ഇമ്മീഡിയറ്റ്ലി എന്നെ തൊട്ടടുത്തുള്ള സൂഡിയോയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മേടിച്ചു തരായിരുന്നു. ഓക്കെ, ദർ ഇസ് ദിസ് ബാഗ്, ഈ ഒരു ജിയോമെട്രിക് ഇതൊക്കെ വരുന്നത് എനിക്കൊന്നു കീത്ത് ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ, അവരുടേതാണ് ഈ ഒരു ഗോൾഡൻ ഈ ഒരു ഇത് ആക്ച്വലി നൈസാണ്. ഇതിൽ ഇങ്ങനെ സിപ്പർ കമ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ സ്ലിംഗ് ബാഗ്. ആൻഡ് ഈ ഒരു സൈഡിൽ ഈ ഒരു ജിയോമെട്രിക് ആ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ഇവിടെ ഇറ്റ് ഇസ് നത്തിങ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു സ്ലിങ് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കൊണ്ടുപോകാം. ഏതെങ്കിലും പാർട്ടി അങ്ങനത്തെ തന്നെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. ക്ലച്ച് എന്നല്ല, പറ്റില്ല ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മിനി പേഴ്സൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇസി കണ്ടോ, ഇത് എന്റെ സിസ്റ്റർ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് സിസ്റ്ററും ഫാമിലിയും കാശ്മീർ പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഒരു ചെറിയ ബാഗാണ് കേട്ടോ, നമുക്ക് ഇത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ അടുത്തില്ലാത്തൊരു പാറ്റേൺ ആയിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ക് ദറ്റ്. ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇതിൽ ചെയ്തേക്കുന്ന ആ ഒരു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ തന്നെ മേടിച്ചെന്ന് വേറൊരു ബാഗ് കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ആക്ച്വലി അവള് നാട്ടിൽ നിന്ന് തന്നെ എവിടെന്നോ ഏതോ ഒരു മേളയ്ക്ക് പോയപ്പോഴും അങ്ങനെ എന്തോ മേടിച്ചതാണ്. ബട്ട് ദിസ് വൺ ഒറിജിനൽ അവിടെ നിന്ന് തന്നെ മേടിച്ചു. അത് ഷോ യു ഗൈസ്. ഇതിനകത്ത് ഒരു സിബൊക്കെ വരുന്നുണ്ട്, എന്തിനാണോ എന്തോ. ആൻഡ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ആൻഡ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും സാരീൻ്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ലെഹങ്ക, ചുരിദാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒത്തിരി ഇതായിട്ട് എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ യൂസ് ചെയ്യാം. സോ ഞാനത് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ്സ് വെക്കാം, കുറച്ച് പൈസ, അതേപോലെ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള ആ അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിലൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു ജോമെട്രിക് ഒരു ഇത് വരുന്ന ഒരു ബാഗാണ്. ആൻഡ് ദിസ് വൺസ് ഫ്രം മാക്സ്, ഐ ഗെസ് മാക്സ് എന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു സ്ലിംഗ് ഉണ്ട്, ഐവറി ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പം ഇതിലും ആക്ച്വലി നമുക്ക് സ്ലിംഗ് വെക്കാൻ പറ്റും. ഇതിൻ്റെ സ്ലിംഗ് എടുത്ത് ഞാൻ വേറെ ഒരെണ്ണത്തിൽ വെച്ചിരിക്കാം. സോ ഇത് നമുക്ക് ഇങ്ങനെയും കൊണ്ടുപോകാം. അതായത് ആക്ച്വലി ഇതൊരു ക്ലച്ച് ആയിട്ട് ആ ഒരു രീതിയിൽ ക്യാരി ചെയ്യണമെങ്കിൽ ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ സ്ലിംഗ് ആയിട്ടാണെങ്കിലും അങ്ങനെയും. നെക്സ്റ്റ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള വാലറ്റ് ഇതാണ്, എമിനൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഞാൻ നമ്മളുടെ സിൽക്കൺ ഉണ്ടല്ലോ, ട്രിവാൻഡ്രം സിൽക്കൺ എന്ന് മേടിച്ചതാണ്. എനിക്ക് ഈ ഒരു ബാഗ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ്. അതിലിപ്പോഴും ഞാൻ ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഫോട്ടോസൊക്കെ ഉണ്ട്, എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഫോട്ടോ, അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ അതേപോലെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. ഇതിൽ ഓരോരുത്തരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഇതെന്റെ അഞ്ചൽ തപ്പൂപ്പന്റെ പണ്ടത്തെ ഫോട്ടോസാ. എല്ലാം ഒന്നും കാണിച്ച് ഞാൻ ടൈം കളയുന്നില്ല. ഇതെന്റെ ചുണ്ടൽ അപ്പൂപ്പന്റെ. പിന്നെ ഇതെന്റെ വിഷ്ണു അപ്പൂപ്പന്റെ. എൻ്റെ ഉണ്ട് തോന്നുന്നതിൽ അല്ല, എൻ്റെ ഫോട്ടോസ് ഇല്ല. വേറെ ഉണ്ട് ആരുടെ നോക്കട്ടെ. അമ്മേൻ്റെ ഫോട്ടോ ഉണ്ട്. ആരുടെ ഫോട്ടോയാ? ഓ, മീനു വാവേൻ്റെ ഫോട്ടോയാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മൂത്ത കുട്ടീൻ്റെ ഫോട്ടോയാണ്.
ഇളയാളുടെ ഫോട്ടോ ഇല്ലേ, നോക്കട്ടെ. ഓ സിസ്റ്ററിന്റെ ഉണ്ട് ഫോട്ടോ. സിസ്റ്ററിന്റെ ഉണ്ട്, സിസ്റ്ററിന്റെ 2 ഫോട്ടോസ് ഉണ്ട്. ഇളയാളുടെ ഫോട്ടോ ഇല്ല. ഇതാണ്ട് അച്ഛന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ സിസ്റ്ററിന്റെ പണ്ടത്തെ ഫോട്ടോ ഉണ്ട്. ഇതെല്ലാം സൂക്ഷിക്കുന്ന ആൾ ഞാനുണ്ടോ. ഇവരുടെ ഇപ്പോൾ ഫോട്ടോ ഒന്നും കിട്ടാതാകുമ്പോഴത്തേക്ക് ഇവർ എൻ്റെ അടുത്തേക്കാണ് വരണേ. എടി ഞങ്ങളുടെ ഫോട്ടോസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. കുറച്ച് ചില്ലറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫ്യൂ മന്ത്സ് ബാക്ക് വരെ ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ എൻ്റെ എല്ലാ കാർഡും ഒന്നും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വിഷ്ണുവിന് ആക്ച്വലി കാർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് നോക്കുമ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കണം, ആ ഒരു പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഐ ബോട്ട് ന്യൂ വാലറ്റ്. ഓക്കെ, ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് ഫാസ്റ്റ് ട്രാക്ക്. കണ്ടോ, അപ്പം ഇതാകുമ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, നമുക്ക് പൈസയും വെക്കാം. സോ ഇറ്റ്സ് ലൈക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പൈസ ഒഴിച്ചു വെക്കലുണ്ട്. എന്തൊക്കെയോ ഇത് നമ്മളിപ്പോൾ ബലിയിടാൻ പോയപ്പോൾ അവിടുത്തെ ആളുടെ വിസിറ്റിംഗ് കാർഡ്, ഇതൊക്കെ ഫോട്ടോസ്. എൻ്റെ ഫോട്ടോസ് ലൈസി എൻ്റെ തന്നെ ആയിരിക്കും, അല്ലാതെ അതെ എൻ്റെ തന്നെ. എൻ്റെ ഫോട്ടോ ഭാഗ്യം, എൻ്റെ ഫോട്ടോ കിട്ടിയല്ലോ. സോ ഇതാണ് ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റ്. ഇതിൽ എൻ്റെ എല്ലാ കാർഡ് എവറിത്തിങ് ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് കാറിൻ്റെ നമ്മുടെ ഡാഷ്ബോർഡിൽ അങ്ങ് ഇട്ടാൽ മതി. സോ ഇതാണ്, ഇതും കുറച്ചൊരു ക്വിൽറ്റഡ് ആ ഒരു ഫീൽ തരുന്ന ഒരു സംഭവമാണ്. ഫ്രണ്ട്സിന് എപ്പോഴോ ഞാൻ മേടിച്ച ഒരു ഇതാണ്, പക്ഷെ എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതും അത്യാവശ്യം നൈസാണ്. ഞാൻ ഇതുവരെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തും എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് എന്ന് തോന്നുന്നു. ബട്ട് ദിസ് ഇസ് ആക്ച്വലി നൈസ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്, എന്താണെന്നറിയത്തില്ല. ബട്ട് ദിസ് ഇസ് എനിക്കങ്ങനെ എപ്പോഴും കാണുമ്പോഴത്തേക്ക് ഇതേപോലത്തെ വാലറ്റ്സ് കാര്യങ്ങൾ ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം വേണം. സോ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇതുവരെയും ചെയ്തിട്ടില്ല. ഇത് ഞാൻ മേടിച്ചിട്ട് അറൗണ്ട് ഒരു 5 years ആവുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഇതിനൊന്നും പറ്റിയിട്ടില്ല. സോ പിന്നെ എൻ്റെ പാസ്പോർട്ടിന് ഒരു ബാഗ് ഉണ്ട് കേട്ടോ. സോ എൻ്റെ പാസ്പോർട്ട് ബാഗാണ്. എനിക്ക് ആക്ച്വലി എന്തോ ഈ ഒരു പാറ്റേൺ, ഇവരുടെ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ഫ്രം ആമസോൺ. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ ഒരു അഫോർഡബിൾ കളക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. മിനി വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. അതിന്റെ ഒരു ടോട്ട് ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വാലറ്റ് ആണ്. മിനി വെസ്റ്റിന്റെ ആ ഒരു ബാഗ് ഞാൻ ആക്ച്വലി എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തു. നെക്സ്റ്റ് ഇസ് ദിസ് ബാഗ്. ഇത് ആക്ച്വലി വിത്ത് ഫ്രിഞ്ചസ് കേട്ടോ. ഈ ഒരു ഫ്രിഞ്ചസ് വരുന്ന ബാഗ്, ഫ്രിഞ്ചസ് ടാസൽസ് ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ അടുത്ത് ആകെയുള്ള ഫ്രിഞ്ചസ് വരുന്ന ബാഗ് ഇതാണ്. മുന്നേ എനിക്ക് കെപ്രീസിന് ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഐ ഗേവ് ദാറ്റ് അവേ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഫ്രം സ്പ്ലാഷ്. ആ ഒരു ബ്രാൻഡാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം. ഞാനെന്തോ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ടൈമിൽ എന്തോ എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് കേട്ടോ. ആൻഡ് ഐ ഷോ യു അനദർ ബാഗ് ഓഫ് മൈൻ. ഇറ്റ് ഹാസ് ടാസൽസ് കണ്ടോ. ഇത് ഫോറെവർ 21 തന്നെ ഒരു ക്ലച്ച് എന്ന് പറയാൻ ഒക്കത്തില്ല, എന്നാലും അവരുടെ ഒരു എൻവലപ്പ് ബാഗ്. യെസ്, ദാറ്റ്സ് വാട്ട് എൻവലപ്പ് ബാഗ് എന്ന് പറയുന്നത്. ഇത് ഇന്നേ വരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. യെസ്, സീ ഇന്നേ വരെ. ബിക്കോസ് ഇതൊക്കെ എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ യൂസ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇൻ കേസ് ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് പോയാലും ആ ഇടുന്ന ഒരു ഡ്രസ്സിന് ഇതുമായിട്ട് അങ്ങനെ മാച്ച് ഇന്നേ വരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇതും ആക്ച്വലി ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഞാൻ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ റെജി ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഡിസ്നിയുടെയാണ്. ഓ ക്യൂട്ട് ഗൈസ്, ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെയും ഒന്നിലും അറ്റാച്ച് ചെയ്തിട്ടില്ല. ബ്രൗൺ കളറിൽ എനിക്ക് ഒരു ബാഗ് കൂടെ ഉണ്ട്. ഇറ്റ്സ് ഫ്രം ഫാസ്റ്റ് ട്രാക്ക് കേട്ടോ. ഇതില് ചെറിയൊരു ഈ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡോണ്ട് വറി ഗൈസ്, അഫോർഡബിൾ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ ഇത്രയും കാണിച്ചതൊക്കെ ഫുൾ അഫോർഡബിൾ അങ്ങനത്തെ ഐറ്റംസ് ആണ്. അത് ഷോ യു ഗൈസ്. മെയിൻ സാധനത്തിലേക്ക് ഞാൻ എത്തുന്നതേ ഉള്ളൂ. അതൊക്കെ ഞാൻ പേര് നിങ്ങളെ കാണിക്കും. നെക്സ്റ്റ് ക്ലച്ചസിൽ ഒരു ടൈമിൽ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്തായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ സ്കൂളൊക്കെ പഠിച്ചിരുന്ന ടൈം, ഡിഗ്രി പഠിച്ചിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഒത്തിരി ക്ലച്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. സോ എൻ്റെ അടുത്ത് ഇപ്പം ആകെ ക്ലച്ചസ് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഫ്രം ബഹ്റൈൻ. ആക്ച്വലി അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഈ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇനി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഷോ യു ഗൈസ്. ഇതും മറ്റേ മാഗ്നറ്റിക് ആ ഇതാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലും പാർട്ടി വൈബ്സ് തരുന്ന സാധനം. ഓക്കെ, നിങ്ങൾ ഞാൻ ഇത്രയും നേരം കാണിച്ച ബാഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ളതും ഉണ്ട്, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ളതും കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ളതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ബാഗ്സ് ഉണ്ട്. അത് ഞാൻ പാർട്ട് 2 കാണിക്കാം. ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇതുവരെ യൂസും ചെയ്തിട്ടില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം എൻ്റെ ബാഗ്സിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതി ഞാൻ അതൊക്കെ സൂക്ഷിച്ച് ഡസ്റ്റ് ബാഗിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ആരും കാണിക്കാതെ ആ കുറച്ച് ബാഗ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഐ ഹോപ്പ് ഈ ഒരു പാർട്ട് 1 വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന്. ആൻഡ്
സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. അപ്പം ചടാ.